ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി, നീ എന്നെ പണിയെ കാണിച്ചതൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അലീനയോട് ഇങ്ങനെ പറയുമ്പോൾ, പോട്ടെ പോട്ടെ എന്ന് വെച്ച് ഞാൻ ക്ഷമിച്ച് വിട്ടതാണ് മുത്തശ്ശി എന്ന് അലീന പറയും കേട്ടോ മുത്തശ്ശിയോട്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം എന്ന് മുത്തശ്ശി അലീനയോട് നേരം ചോദിച്ചു. ആരെങ്കിലും വിശ്വസിക്കോ? അവർ നോക്കുമ്പോൾ നീ ആ തെറ്റുകാരിയെന്ന് മുത്തശ്ശി അലീനയോട് പറയുക. അപ്പോൾ വേറെ എന്ത് കുറ്റമാണെന്നും പറഞ്ഞു വേണമെങ്കിൽ എന്നെ പറഞ്ഞയച്ചോട്ടെ, പക്ഷേ ഇങ്ങനെ ഇത് കുറച്ച് കൂടിപ്പോയെന്ന് നമ്മുടെ അലീന അവിടെ നിന്ന് ഇങ്ങനെ പറയുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരിക. വൈജ വന്ന് വാതിൽ തുറന്നു. ബാലചന്ദ്രനകത്തേക്ക് കയറിപ്പോയി. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ ആ മോതിരം കൊണ്ടുവന്ന് വൈജയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് അലീനയ്ക്ക് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. എന്തിന്? ഇത് സ്വർണ്ണമൊന്നും അല്ല വൈജ, റോൾഡ് ഗോൾഡ് ആണെന്ന് പറയാം. അപ്പോൾ ഹരിയെ അവളെ പറ്റിച്ചതാണെന്ന് പറയുമ്പം, ഹരി ആരാ മോൻ? സ്വർണത്തിന് ഇത്രയും വിലയുള്ള സമയത്ത് ആരെങ്കിലും ഗോൾഡ് റിംഗ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് വൈജ ചോദിക്കുക കേട്ടോ. അവനെ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല എന്ന് പറയുമ്പം, ഹരി കേമനാണ് എന്നാണ് നീ പറഞ്ഞു വരുന്നതല്ലേ? അവൻ അത്യാവശ്യം ബുദ്ധി സാമർഥ്യമൊക്കെ ഉണ്ടെന്ന് വൈജ പറയുമ്പോൾ എന്നും പറഞ്ഞ് തലയാട്ടി. അപ്പോൾ അവൻ ചെയ്തതൊക്കെ നല്ല പ്രവൃത്തിയാണെന്നാണോ നീ പറയുന്നത്? അലീനയായിട്ടുള്ള പണമിടപാടും രാത്രി സഞ്ചാരങ്ങളും ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ നല്ലതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പെണ്ണൊരുമ്പെട്ടാലേ ഇതൊക്കെ നടക്കൂ, അല്ലെങ്കിൽ ആണുങ്ങൾ വാലും ചുരുട്ടി ചൊറിയും കുത്തി വെറുതെ ഇരിക്കുമെന്നും പറഞ്ഞ് വൈജ പറയുമ്പോൾ, അപ്പോൾ ഈ വീട്ടിൽ വന്ന് ഗൂഢലക്ഷ്യത്തോടുകൂടി രാത്രി തങ്ങി ഇവിടുത്തെ സെർവൻറ്റ് പെണ്ണിൻ്റെ അടുത്ത് ചെറ്റത്തരം കാണിച്ചിട്ട് പോയവൻ മാന്യൻ അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അലീന മാത്രം അപരാധി. ഹരിയെ പറ്റി നിനക്ക് യാതൊരു പരാതി ഇല്ലേ? ഉണ്ടോ? ആമ്പിള്ളേരല്ലേ ബാലചന്ദ്ര, അവർ പല വെളച്ചിലും വികൃതിയൊക്കെ കാണിക്കും, ചോരത്തിളപ്പിൻ്റെ പ്രായമല്ലേ എന്ന് വൈജ. വീട്ടുവേലയ്ക്ക് വന്നവർ അവൻ്റെ മാനവും മര്യാദയും നോക്കി നിൽക്കണമായിരുന്നു എന്ന് ഈ വൈജ ബാലചന്ദ്രനോട് പറയുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നേ? എന്തെങ്കിലും പരിഹാരം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം, അലീനയെ ഈ വീട്ടിൽ ഒരു ദിവസം പോലും നിർത്താൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്നെന്ന് വൈജ പറഞ്ഞു. നാളെ തന്നെ പറഞ്ഞയച്ചേക്കുന്നതാണ് ബുദ്ധിയെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ബാലചന്ദ്രനും ഇങ്ങനെ നിന്ന് ആലോചിക്കുക, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ളൊരിതിൽ. അപ്പോൾ അത്രയും കടുത്തൊരു തീരുമാനം വേണോ എന്ന് ചോദിക്കുമ്പോൾ, ബാലചന്ദ്രൻ എന്ത് ഈ പറയുന്നത്? വീട്ടിലുള്ള ആൺപിള്ളേരെ വശീകരിച്ച് പണവും സ്വർണവും തട്ടുന്ന ഒരു വൃത്തികെട്ടവളെ ഇനി ഈ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കണം എന്നാണോ എന്ന് വൈജ ചോദിക്കുമോ ബാലചന്ദ്രനോട്. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക കേട്ടോ. ആലോചന മാത്രമേ നടക്കുന്നുള്ളൂ. എന്തായാലും വൈജ അങ്ങ് കസറി കയറുവാണ്. അപ്പോൾ എന്തായാലും നീ ചെന്ന് അവളോട് പറഞ്ഞേക്ക് നാളെ തന്നെ ഇവിടുന്ന് പോയിക്കോളാനെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഞാനെന്തായാലും അവളോട് അതൊന്നും പറയാനായിട്ട് പോകുന്നില്ല, ബാലചന്ദ്രൻ തന്നെ പറഞ്ഞാൽ മതി എന്ന് വൈജ അന്നേരം പറയും. ബാലചന്ദ്രനല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്, കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കണമെന്നാണ് പ്രമാണമെന്ന് വൈജ പറയുമ്പം, ഞാൻ തന്നെ പറയണോ എന്ന് ബാലൻ ചോദിച്ചു. വേണം, പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ നിൽക്കുന്നു. ബാലചന്ദ്രൻ അന്നേരം അത് പറയണം, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് പറയാനായിട്ട് അലീനയെ വിളിച്ചു വരുത്തി. അലീന അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പം നാളെ മുതൽ നിന്നെ ഇവിടെ ജോലിക്ക് വേണ്ട, അത് പറയാനാണ് നിന്നെ വിളിച്ചത് എന്ന് അലീനയോട് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം എന്താ കാരണമെന്ന് ചോദിച്ചു. കാരണങ്ങൾ പലതുണ്ട്, അതെല്ലാം നിന്നോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു സംശയത്തോടെ പിടിച്ചതാണല്ലോ നിങ്ങൾ, പിന്നെ ഇതൊരു ശിക്ഷയായിട്ട് തന്നെ ഞാനതിനെ കാണുന്നു. ശിക്ഷിക്കപ്പെട്ടയാൾക്ക് ശിക്ഷ വിധിക്കാനുള്ള കാരണം അറിയാനുള്ള അവകാശം ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ എണ്ണി പറഞ്ഞു കൊടുക്കും ബാലചന്ദ്ര, അവൾക്ക് മതിയാകുന്നത് വരെ എന്ന് വൈജയന്തി പറയൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പല കുറ്റങ്ങളും പറയാനുണ്ടായിരിക്കും, നിനക്കതിനെല്ലാം ന്യായീകരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്തിമ തീരുമാനം എന്നുണ്ടല്ലോ. നീ നാളെ മുതൽ ഈ വീട്ടിൽ തുടരുന്നില്ല എന്നുള്ളതാണ് അന്തിമ തീരുമാനമെന്ന് പറയുമ്പോൾ, സാർ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അലീന അന്നേരം പറഞ്ഞു. എന്തിൻ്റെ പേരിലാണെങ്കിലും എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് അലീന അന്നേരം ബാലനോട് പറഞ്ഞു കേട്ടോ. ഇതൊക്കെ കേട്ട് വൈജയന്തി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. ബാലചന്ദ്രൻ മനസ്സുണ്ടായിട്ട് പറയുന്നൊന്നും അല്ല, മനസ്സോടെയാണ് പറയുന്നത്. അപ്പം നിന്നെ പറഞ്ഞയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു വൈജ അലീനയോട്. നിൽക്കണ്ട എന്നും പറഞ്ഞു. അപ്പോഴും അലീന ബാലചന്ദ്രൻ്റെ നേരെ ഒരു ദയയ്ക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ദയനീയമായ ഒരു നോട്ടം ബാലചന്ദ്രനിലേക്ക് നോക്കി. ബാലചന്ദ്രൻ നേരം തല ഇങ്ങനെ കുനിച്ച് അലീനയുടെ മുഖത്ത് നോക്കാൻ മടിയോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അലീന അന്നേരം വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ബാലചന്ദ്രനകത്തേക്ക് കയറിപ്പോയി. അന്നേരം അലീന ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. വൈജ അന്നേരം ഇങ്ങനെ ഇവിടെ നിൽക്കുക. ആ സമയത്ത് അമ്മയെ മകളിങ്ങനെ പുറകിൽ നിന്ന് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഏതായാലും വൈജയ്ക്ക് സന്തോഷമായി അലീനയെ പറഞ്ഞു വിടാൻ പോകുന്നത് കൊണ്ട്. ആ സമയത്ത് അലീന തിരിഞ്ഞു പോകുമ്പോൾ വൈജ തിരിഞ്ഞ് അലീനയെ നോക്കി പുച്ഛിച്ച് ചിരിക്കുന്നു.
അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ചെന്ന് മുത്തശ്ശിയുടെ കൈയൊക്കെ തിരുമ്മി കൊടുക്കുക. അപ്പോൾ ഇപ്പം കൈ ഇങ്ങനെ തിരുമ്മിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആവി പിടിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ മുതൽ നീ കിഴി പിടിക്കാമെന്നല്ലേ പറഞ്ഞത്, ഇലക്കിഴി അതോ എന്ന് മുത്തശ്ശി അലീനോട് ചോദിക്കുക. പക്ഷേ ഞാൻ നാളെ പോവാണല്ലോ മുത്തശ്ശി എന്ന് പറയുമ്പം പോകാനോ, എങ്ങോട്ട് പോകാൻ എന്ന് ചോദിച്ചു. മുത്തശ്ശിയും കേട്ടതല്ലേ മേഡം പറഞ്ഞത്, എന്നെ നാളെ മുതൽ ഇവിടെ ജോലിക്ക് വേണ്ടാന്ന്. അയ്യോ, അത് അപ്പോഴത്തെ ദേഷ്യത്തിനെങ്ങാനും വൈജ പറഞ്ഞയക്കുമോ നീ? അല്ല മേഡം ഇത്തവണ തീരുമാനിച്ചിട്ട് തന്നെയാ എന്നിങ്ങനെ പറയുമ്പോൾ അവൾക്ക് എന്നാ പറ്റിയതാണോ ആർക്കറിയാം എന്നും പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുന്നു. അപ്പോൾ അതൊന്നും സാരമില്ല, മുത്തശ്ശിയെ നോക്കാൻ എനിക്ക് പകരം വേറെ ആൾ വരും എന്ന് അലീന പറയുമ്പോൾ വേറെ ആര് വന്നാലും നിന്നെ പോലെ ആവുമോ? ഒരിക്കലും ഇല്ല എന്ന് മുത്തശ്ശി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അലീനയോട്. എനിക്ക് പിന്നെയും കഷ്ടകാലം തുടങ്ങും അല്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്നേ, ചിലപ്പോൾ നല്ല ആളായിരിക്കും വരുന്നത്, നീ ആ ബാലനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുമോ, ഞാൻ അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട മുത്തശ്ശി എന്ന് അലീന പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നതേ ആർക്കും ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാവെന്ന് പറയുമ്പോൾ നീ എങ്ങോട്ട് പോകും കൊച്ചേ, നിനക്ക് ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അതൊന്നും സാരമില്ലെന്നേ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. ഒക്കെ വൈജയുടെ പിടിവാശിയാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇരിക്കുക. അവൾ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ്, അവൾ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ നടക്കണം, അവൾക്ക് ഭയങ്കര നിർബന്ധം അവൾക്ക്. ഞാൻ അവളോട് സംസാരിക്കുന്നുണ്ട്, വരട്ടെ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി ഇരിക്കുമ്പം അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് വേണ്ടി മുത്തശ്ശി ഇനി അവരോടൊന്നും പറയാനായിട്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന്, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന്. സംശയവും ഇഷ്ടക്കേടും ഉള്ളിടത്ത് അത് ഇരിക്കുന്നത് തന്നെയല്ലേ മുത്തശ്ശി ബുദ്ധി, അവിടെ പിന്നെ നിന്നാൽ ശരിയാവില്ല, ഇവിടെയുള്ളവർക്കും അത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും സാരമില്ലെന്നേ, വിഷമിക്കണ്ട, എനിക്കിവിടെ വരാനും എല്ലാവരെയും കാണാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് അലീന അന്നേരം പറഞ്ഞു. അതുമാത്രം മതിയെന്നും. ഇതാണോടി കൊച്ചേ ഭാഗ്യം, ഇതിന് ഭാഗ്യം എന്ന് പറയാൻ പറ്റുമോടി കൊച്ചേ എന്ന് ചോദിക്കുക നമ്മുടെ മുത്തശ്ശിയെ. അപ്പോൾ ദൈവം വേറെന്തോ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഈ മുത്തശ്ശിയുടെ ഓരോ ചോദ്യങ്ങളെ എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് അലീന ചോദിക്കുമ്പം പല പ്രാവശ്യം കൊണ്ട് നിന്നെ എനിക്കറിയാം, പക്ഷെ മനപ്രയാസം കൊണ്ട് ചോദിച്ചു പോകുന്നതാ കുഞ്ഞെ, നീ തെറ്റുകാരി അല്ലെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. ദൈവം പോലും പൊറുക്കുകയല്ലാന്നും, ഞാൻ പോയാലും എപ്പോഴെങ്കിലും വരും എൻ്റെ മുത്തശ്ശിയെ കാണാൻ കേട്ടോ എന്നൊക്കെ അലീന പറയുമ്പോൾ മുത്തശ്ശിക്ക് കരച്ചിൽ വരും കേട്ടോ. അലീന പറയുന്നതൊക്കെ കേട്ട് അലീന എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി മുത്തശ്ശി സങ്കടപ്പെട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന വൈജ കേട്ടോ. വൈജ ഇങ്ങനെ അവിടെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബാലചന്ദ്രൻ അവിടെ നിന്ന് ഫോണിൽ വിളിക്കുന്നു. വൈജയെ കണ്ടപ്പോഴത്തേക്കും ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതെ, നാളെ അവളെ എങ്ങോട്ട് പറഞ്ഞയക്കാനാണെന്ന് ചോദിച്ചു വൈജ. അവൾക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് പോട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പം നമ്മൾ അങ്ങനെ വെറുതെ ഇറക്കി വിട്ടാൽ മതിയോ എന്ന് വൈജ ചോദിക്കാം. അവൾക്ക് എന്തെങ്കിലും തട്ടുകേട്ട് സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് വൈജ ബാലചന്ദ്രനോട് ചോദിച്ചു. എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ എന്നൊക്കെ വൈജ ചോദിക്കുമ്പം പിന്നെ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറയാൻ പറഞ്ഞു. ബാലചന്ദ്രനെ എവിടുന്നാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്കത് പാരയാകുമെന്ന് ബാലചന്ദ്രനോട് വൈജയന്തി പറയുക. അത് കേട്ടപ്പോൾ ബാലൻ ഇങ്ങനെ നിന്ന് ആലോചന തുടങ്ങി. വീണ്ടും ശിവേട്ടന് സ്ഥലത്തില്ലാത്തപ്പോൾ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഹരിയുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ടത് ബാലചന്ദ്രൻ്റെ ഉത്തരവാദിത്വം അല്ലേ എന്ന് ചോദിച്ചു. ഹരിക്ക് കുഴപ്പമൊന്നും വരാതെ അലീനെ ഞാൻ കഴക്കൂട്ടത്ത് കൊണ്ടുപോയി വിടണോ? അതാണോ ഞാൻ ചെയ്യേണ്ടത്? അവിടുത്തെ സ്നേഹനികേതനമൊന്നും ഇപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ബ്രിജിതാമ്മയുടെ മരണത്തോടെ അതൊക്കെ പൂട്ടിപ്പോയെന്നും പറഞ്ഞു. കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിക്കണം അവളെ, അല്ലാതെ അവൾക്ക് അങ്ങോട്ട് പോകാൻ മനസ്സില്ലെങ്കിലോ? ബാലചന്ദ്രൻ ആദ്യം അവളോട് ചോദിക്കുക എവിടേക്കാണ് പോവേണ്ടതെന്ന്, എന്നിട്ടൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞു. എല്ലാം ബാലചന്ദ്രൻ്റെ തലയിൽ. ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ നീ തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞു ബാലചന്ദ്രൻ. ഞാൻ ഇനി അവളോട് സംസാരിക്കാനേ ഇല്ല എന്ന് വൈജ. എനിക്ക് അവളുടെ മോന്ത കാണുന്നതേ വെറുപ്പാ, നാണം കെട്ടവളെന്നും പറഞ്ഞു വൈജ പറയുക. ബാലചന്ദ്രൻ തന്നെ ചെന്ന് ചോദിക്കുക എന്നും പറഞ്ഞു ബാലചന്ദ്രനെ പറഞ്ഞു വിടുവാണ് വൈജയന്തി. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്ക് തൃപ്തിയായി, സമാധാനമായി. അങ്ങനെ അവിടെ നിന്ന് സ്വയം ചിന്തിക്കുവാണ്. അപ്പം കടിച്ച പാമ്പ് തന്നെ ഓർക്കട്ടെ വിഷം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞ്
പുള്ളിക്കാരി അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് അലീന എല്ലാം മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുക. സാരിയല്ല, രണ്ടാമത്തെ തട്ടിലാകട്ടോ ഇരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞു. ഇനി മുത്തശ്ശിയെ നോക്കാൻ വരുന്നവരോട് പ്രത്യേകം പറയണം, എല്ലാം കൂടിയിട്ട് അളിക്കരുതെന്ന് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കുക. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കട്ടെ, നീ പോയിട്ട് ഇനി എന്നെ നോക്കാൻ ആരും വരണ്ട എന്ന് പറഞ്ഞു മുത്തശ്ശി. അച്ചോടാ പിണങ്ങിയോ? നമുക്ക് എഴുന്നേറ്റ് നടക്കണ്ടേ, കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ കാലമൊക്കെ ശരിയാകുമെന്നും പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ വാതിലിൽ മുട്ടി. അപ്പോൾ ആരാന്ന് ചോദിച്ചു മുത്തശ്ശൻ. ഇങ്ങോട്ട് കയറി വരാനും പറഞ്ഞു മുത്തശ്ശി. അപ്പോഴേക്കും ബാലചന്ദ്രൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അപ്പോൾ അലീന ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കണ്ടു. അലീനയെ കണ്ടപ്പോഴത്തേക്കും ബാലചന്ദ്രന് ഭയങ്കര ഒരു വിഷമവും ഒരു സങ്കടമൊക്കെ. അലീന അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ സൈഡിലേക്ക് മാറി നിന്നു. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു, നീ ഇപ്പോൾ വന്നത് എന്തായാലും നന്നായി, നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുമായിരുന്നെന്ന്. എൻ്റെ ബാല, ഈ പെങ്കൊച്ച് എന്നാ കുറ്റം ചെയ്തിട്ടാ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കുവാണ് നമ്മുടെ മുത്തശ്ശി. ബാലചന്ദ്രൻ അന്നേരം അമ്മ സ്വന്തം മകളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. അവള് പറഞ്ഞു കാണുമല്ലോ കാര്യം എന്താണെന്ന്, കൂടുതലൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറയുമ്പോൾ നീ അല്ലേ കുടുംബനാഥൻ, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാനുള്ള കടമ നിനക്കില്ലേ എന്ന് ചോദിച്ചു. അമ്മേ, വൈജയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമുക്ക് ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കാനൊന്നും പറ്റത്തില്ല എന്ന് ബാലചന്ദ്രൻ അന്നേരം പറയുക. അന്നേരത്തേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. അവളുടെ ദേഷ്യവും വെറുപെറുക്കലും മുഖം വീർപ്പിക്കലും ഒക്കെ പിന്നെ നമ്മൾ എന്നും കാണണ്ടേ? എടാ, ഈ കൊച്ചിൻ്റെ കയ്യിൽ തെറ്റുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ബാല എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ സൈഡിൽ മാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ, നിലത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി. എന്തോ ഒരു ശരികേടുണ്ട് എന്ന് ബാലചന്ദ്രൻ അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ, എടാ ഇവളെ പോലെ ഇത്രയും നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒക്കെ ശരിയാ അമ്മേ, എല്ലാം എനിക്കറിയാം, നന്നായിട്ട് ജോലി ചെയ്താൽ മാത്രം പോരല്ലോ, സത്യസന്ധത കൂടി വേണ്ടേ എന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ അലീന ഞെട്ടി കേട്ടോ. ബാലചന്ദ്രൻ അത് പറയുന്നു ഒരിക്കലും അലീന പ്രതീക്ഷിച്ചില്ല. അലീനയുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പമില്ല എന്ന് എനിക്ക് വിചാരിക്കാൻ കഴിയില്ല, അത് തെളിയിക്കാൻ അവൾക്ക് പറ്റിയിട്ടുമില്ല എന്ന് പറയുമ്പം ബാല, അവൾ പാവം കൊച്ച് അമ്മേ, നമ്മളിങ്ങനെ പാവം വിചാരിച്ച് എന്തിനാമേ നമ്മുടെ കുടുംബത്തിൽ കലാപം ഉണ്ടാക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് വെറും ഒരു ജോലിക്കാരിയല്ലേ, വേറെ ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ. നമുക്ക് കുടുംബസമാധാനം അല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ അലീന ഞെട്ടി നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഡയലോഗുകൾ അമ്മയുടെ അടുത്ത് അടിച്ചിട്ട് ബാലചന്ദ്രൻ നേരെ അലീനയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് എവിടേക്കാ പോവണ്ടേ? കഴക്കൂട്ടത്തേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നതെന്ന് അലീന അന്നേരം പറഞ്ഞു. നാളെ രാവിലെ തന്നെ റെഡി ആയിക്കോ, ഞാനവിടെ കൊണ്ട് വിട്ടേക്കാമെന്ന് പറയുമ്പോൾ വേണ്ട സാർ, ഞാനൊരു ബസ്സിൽ കയറി പൊക്കോളാമെന്ന് പറഞ്ഞു അലീന. എന്നാലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാമെന്ന് പറഞ്ഞു. അപ്പം സാർ അതിനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ബസ്സിൽ കയറ്റി വിട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു. നീ അവിടെ തന്നെ തിരിച്ചെത്തി എന്ന് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കടമയുണ്ട് എനിക്ക്, ഞാനല്ലേ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ബാലചന്ദ്രൻ അലീനയോട് പറയുമ്പം, ഈ വീട്ടിലുള്ളവർ എന്നെപ്പറ്റി എന്ത് കരുതിയാലും ശരി, എനിക്ക് എന്നെ അറിയാവല്ലോ എന്ന് അലീന അന്നേരം ബാലചന്ദ്രനോട് പറയൂ കേട്ടോ. ബാലചന്ദ്രൻ അലീനയുടെ മുഖത്ത് നോക്കുന്നില്ല. 22 വർഷം അനാഥയായിട്ട് ജീവിച്ചവളാണ് ഞാൻ. നല്ല മനസ്സുള്ളവരുടെ സന്മനസ്സുകൊണ്ട് ആഹാരം കഴിച്ച് വളർന്നവളാണെന്ന് അലീന അന്നേരം ബാലചന്ദ്രനോട് പറയാം. ബാലചന്ദ്രൻ്റെ അങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. എന്നിട്ടും ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നെ ആരും കള്ളിയെന്ന് വിളിച്ചിട്ടില്ല സാർ എന്ന് അലീന പറഞ്ഞു. ഞാനൊരു ചീത്ത പെണ്ണാണെന്നും ആരും ഇതുവരെ കരുതിയിട്ടില്ല എന്നും പറഞ്ഞു. ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണെന്നും അലീന ബാലചന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയുവാണ്. സ്വന്തം അമ്മ എഴുതി കൊടുത്ത പട്ടമാണല്ലോ. അങ്ങനെ അലീന ഇതെല്ലാം പറയുമ്പോൾ ബാലചന്ദ്രൻ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, എന്നെ കൊണ്ടുവിടുന്നത് എന്നോട് കാട്ടുന്ന ഔദാര്യമാണെങ്കിൽ ആ ഔദാര്യം എനിക്ക് വേണ്ട എന്ന് അലീന മുഖത്ത് നോക്കി മുഖം അടച്ച് മറുപടി കൊടുക്കുവാണ് ബാലചന്ദ്രന്. ബാലചന്ദ്രൻ നാറിപ്പോയി. അതല്ല, ആരോടെങ്കിലും ഉത്തരം പറയേണ്ടി വരും എന്നുള്ള പേടി സാറിനുണ്ടെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തന്നേക്കാം, സ്വമനസാലെയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ സൈഡിലേക്ക് നോക്കി നിൽക്കുക കേട്ടോ. അതുമല്ല, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലോ എന്നുള്ള വേവലാതി കൊണ്ടാണെങ്കിൽ ഈ വീട്ടിനകത്ത് കഴിയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇതിന് പുറത്ത് എൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്കെന്ന കാര്യവും അലീന ബാലചന്ദ്രനോട് പറഞ്ഞു. ബാലചന്ദ്രൻ നിന്ന് അങ്ങ് ഉരുകി തീർന്നില്ലേ. സാറ് ഈ വീട്ടിലുള്ളവരുടെ അഭിമാനം കളങ്കപ്പെടാതെ നോക്കിയാൽ മതി എന്നും അലീന ബാലചന്ദ്രനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഉണ്ടല്ലോ മുത്തശ്ശിയും ആകെ വല്ലാതായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എന്തായാലും വടി കൂടെ തടി മേടിച്ചിട്ട് ബാലചന്ദ്രൻ അങ്ങ് ഇറങ്ങിപ്പോയി. അലീന ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഭയങ്കര ശക്തിയോടുകൂടി ഇങ്ങനെ നിൽക്കുക. വീണ്ടും മുത്തശ്ശിയുടെ മുന്നിൽ നിന്ന് തൻ്റെ ബ്രജിറ്റാമ്മയോട് നോക്കി ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അമ്മ വീണ്ടും വന്നു.
ഞാൻ അത്രയെങ്കിലും പറയണ്ടേ മമ്മി എന്ന് മമ്മിയോട് ചോദിക്കുക. ചെയ്യാത്ത കുറ്റത്തിനല്ലേ ഇവരെന്നെ ശിക്ഷിക്കുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞു. മമ്മിക്ക് അറിയാവുന്നതാണല്ലോ ഞാൻ എന്തുമാത്രം കൊതിച്ചായി വീട്ടിലേക്ക് വന്നതെന്ന്. എല്ലാവരെയും കാണാൻ, എല്ലാവരെയും ഒന്നും അടുത്തറിയാൻ, എല്ലാവരോടും മിണ്ടാനായിട്ട്, അവരുടെ കൂടെ ഒരാളായിട്ട് കഴിയാൻ. ശരിയാ മോളെ, എനിക്കറിയാവുന്ന നേരം മമ്മി മോളോട് പറയുന്നു. ഞാൻ ഇവരെയെല്ലാം സ്നേഹിക്കുക മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും എനിക്ക് എന്താ തിരിച്ച് കിട്ടുന്നതെന്ന് മമ്മി കണ്ടോ എന്ന് അലീന തൻ്റെ മമ്മിയോട് ചോദിക്കുന്നു. ഞാൻ പണം മോഷ്ടിക്കുന്നവള്, അവർ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് മമ്മിക്ക് അറിയില്ല എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് മോളെ, നിന്റെ മാറ്റ് തെളിയിക്കാൻ, നിനക്ക് സഹനശക്തി കിട്ടാനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ അലീന ഇങ്ങനെ നിന്ന് കരയുക. എല്ലാം തീർന്നില്ലേ മമ്മി, എല്ലാം തീർന്നില്ലേ? ഇതിനു വേണ്ടിയാണോ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നൊക്കെ അലീന ചോദിക്കാം. ഈ ബന്ധങ്ങളെക്കാളൊക്കെ നല്ലത് എൻ്റെ പഴയ അനാഥ ജന്മം തന്നെയാണെന്ന് തെളിയിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോൾ ധൈര്യമായിട്ടിരിക്കുക, അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ധൈര്യമായിരിക്കുക, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് മമ്മി ഇങ്ങനെ അലീനയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അലീന അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ കരയുക. മുത്തശ്ശിയാണെങ്കിൽ അലീനെ തന്നെ നോക്കിയിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ വൈജ അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുക. ഞാനൊന്ന് തീരുമാനിച്ചാൽ അതിനൊരു മാറ്റമില്ല കമലടത്തി എന്നും പറഞ്ഞു. അവളെ നാളെ തന്നെ ഇവിടെ നിന്ന് പുറപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ബാലനെ കണ്ടപ്പോഴത്തേക്കും വൈജ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കമലടത്തി ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞ് ആ സമയത്ത് സംസാരിച്ചോ അവളോട് എന്ന് ബാലചന്ദ്രനോട് വൈജ ചോദിക്കുമ്പം ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞു. എന്താ അവൾ പറഞ്ഞത്, എങ്ങോട്ടാണ് അവൾക്ക് പോകേണ്ടതെന്നൊക്കെ വൈജ ചോദിക്കുക. ബാലചന്ദ്രനാണെങ്കിലും നിലത്തല്ലാതെ ആരുടെ നേരെ പോലും നോക്കുന്നില്ല കേട്ടോ. ആകെ ചൂളി നിൽക്കുക. അവളെ ആരും ഒരിടത്തും കൊണ്ടുവിടേണ്ട, അവൾക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ലെന്ന്. അതവളുടെ അഹങ്കാരമല്ലേ ബാലചന്ദ്ര എന്ന് വൈജ. അവൾ തനിയെ പോകുന്നെങ്കിൽ പോട്ടെ, അല്ല പിന്നെ നമ്മൾ അവളുടെ മുന്നിൽ അത്രയ്ക്ക് കിഴിയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ വൈജ പറയുമ്പോൾ ഉണ്ടല്ലോ ബാലചന്ദ്രൻ ഒന്നും മിണ്ടിയില്ല. ബാലചന്ദ്രൻ ഫോൺ എടുത്തു മനുവിനെ വിളിച്ച് അന്നേരം തന്നെ ഹലോ അങ്കിളെ, എന്താ അങ്കിളെ, എന്താണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഇച്ചിരി പ്രശ്നമാണെന്ന് ബാലചന്ദ്രൻ പറയാം. ഒരു ചെറിയ വിശേഷമാണത്, അത് പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇനി അവനോട് എന്തിനാ വിസ്തരിക്കാൻ നിൽക്കുന്നതെന്ന് വൈജ ചോദിക്കുക ബാലചന്ദ്രനോട്. ബാംഗ്ലൂർ കിടക്കുന്ന അവൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുമ്പോൾ മുന്നോട്ടിരിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞോ അങ്ങളെ എന്താ സംഗതി എന്ന് ചോദിച്ചു മനു. ആ സമയത്ത് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. നിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനു പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടെങ്കിലേ, ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നതാ, എനിക്ക് ഇൻഫോ പാർക്കിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് നേരെ കൊലപ്പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞു. നീ സ്ഥലത്തുണ്ടല്ലേ, ഹരി അവിടെ ഉണ്ടോടാന്ന് ചോദിക്കുമ്പം ഇല്ല, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഏതോ മൂവി കാണാൻ പോയതാ, സെക്കൻഡ് ഷോയ്ക്ക് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വരാൻ ലേറ്റ് ആകുമല്ലേ? അതേന്ന് പറഞ്ഞു. കാര്യം എന്താങ്കിലേ പറഞ്ഞോളാൻ പറഞ്ഞു. എന്തോ ഒരു ഡാർക്ക് മാറ്റർ മണക്കുന്നുണ്ടല്ലോ അങ്കിളെ, എന്താന്ന് ചോദിക്കുമ്പം കുറച്ച് ഡാർക്കാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഹരിയും അലീനയും തമ്മിൽ ചില അരുതാത്ത ഇടപാടുകളും കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഹരിയോട് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിച്ചു. ഹരി അതിങ്ങനെ കേട്ട് അന്തം വിട്ട് നിൽക്കുന്നവർക്ക് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.